അക്ഷരങ്ങളുടെ പുണ്യം പകർന്ന എഴുത്തുകാരനാണ് കാലത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. നാലുകെട്ടിൻ്റെ സുഹൃതവും അങ്ങനെ എഴുത്തിൻ്റെ ഗാംഭീര്യങ്ങളൊക്കെയും എഴുത്തിൻ്റെ മനോഹരമായ ആ അവസ്ഥാന്തരങ്ങളൊക്കെയും മലയാളികൾക്ക്, ആസ്വാദകർക്ക് പകർന്നു നൽകിയ പ്രിയപ്പെട്ട MT ആണ് യാത്ര പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് PB മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹത്തെ 11 ദിവസമായി അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ നിന്നും ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, MT യാത്ര പറഞ്ഞിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഔദ്യോഗികമായി ഡോക്ടർമാർ ഈ ഒരു മരണം സ്ഥിരീകരിച്ചത്. മറ്റു വിവരങ്ങൾ കൂടി. KP സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സാഹിത്യ ലോകത്തിന് തന്നെ തീരാ നഷ്ടം എന്ന MTയുടെ വിയോഗത്തെ നമുക്ക് പറയാൻ കഴിയും. പ്രണയവും നൊമ്പരവും ഒക്കെ തന്നെ തൂലികത്തുമ്പിലൂടെ മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിച്ച പ്രിയ സാഹിത്യകാരൻ വിട പറഞ്ഞിരിക്കുന്നു. അല്പം മുൻപാണ് ഈ MTയുടെ മരണം സ്ഥിരീകരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 15-ാം തീയതിയാണ് MT ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഹൃദയസ്തംഭനമുണ്ടാകുന്നു. നമുക്കറിയാൻ കഴിഞ്ഞ ദിവസം ആരോഗ്യനിലയിൽ നേരിയ ഒരു പുരോഗതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതൊക്കെ തന്നെയും ഏവരെയും പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും മുൻമുനയിൽ നിർത്തുന്ന ഒരു നിമിഷമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും കടന്നുപോയത് വലിയ പ്രാർത്ഥനയോട് തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് വിട പറഞ്ഞിരിക്കുന്നത്. പ്രണയവും നൊമ്പരവും ഒക്കെ തന്നെയും ഒരു സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഒരു തൂലികയാൽ എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരനാണ് വിട പറഞ്ഞിരിക്കുന്നത്. MTയുടെ ഒരുപാട് കൃതികൾ, രണ്ടാം ഊഴമടക്കമുള്ള കൃതികളൊക്കെ തന്നെയും സാഹിത്യ ലോകത്ത് അല്ലെങ്കിൽ വായനക്കാർക്കിടയിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അത് MTക്ക് പകരം വയ്ക്കുവാൻ മറ്റൊരു എഴുത്തുകാരൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ മരണ വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത്. KP ദിഷ്ണ പറഞ്ഞതുപോലെ തന്നെ കൂടല്ലൂരിൻ്റെ കഥാകാരൻ നിന്ന് മലയാളത്തിൻ്റെ വിശ്വസാഹിത്യത്തെ എത്തിച്ച ഒരു എഴുത്തുകാരൻ എന്ന രീതിയിലാണ് MT എല്ലാ കാലത്തും അറിയപ്പെടുന്നത്. അദ്ദേഹം ബാക്കിവെച്ച എഴുത്തിൻ്റെ വഴികൾ മറ്റാർക്കും പകരം വയ്ക്കാനില്ലാത്തതാണ്. കാരണം അത്രത്തോളം ലളിതമായ വാക്കുകളിലൂടെ ജീവിതത്തിൻ്റെ തീവ്രമായ ഭാവങ്ങൾ പകർന്നു നൽകിയ എഴുത്തുകാരനാണ് അദ്ദേഹം. കാലവും മഞ്ഞും നാലുകെട്ടുമൊക്കെ എത്ര കാലം കഴിഞ്ഞാലും വായനക്കാരിൽ നിന്നും അകന്നു പോകില്ല. ഒരിക്കൽ വായിച്ച ഒരു ആസ്വാദകൻ്റെ മനസ്സിൽ നിന്നും അതിലെ കഥാപാത്രങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല. അത്രത്തോളം എഴുത്തിൻ്റെ ആഴം തൊട്ടറിഞ്ഞ കഥാകാരനാണ് MT. അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ തന്നെ നിരവധി ആൾക്കാരാണ്, അത് സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ, സിനിമാ രംഗത്തെ നിരവധി ആൾക്കാർ, ഒപ്പം സാധാരണക്കാരായ ആൾക്കാർ തന്നെയാണ് ആ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൻ്റെ നികത്താനാകാത്ത നഷ്ടം, ആ ഒരു സുഹൃതാക്ഷരം തന്നെയാണ് യാത്ര പറഞ്ഞതെന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ഒരു പ്രതിഭ തന്നെയായിരുന്നു MTയെ വർണ്ണിക്കാൻ വാക്കുകൾക്ക് അതീതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. KP പറഞ്ഞതുപോലെ നാലുകെട്ടും മഞ്ഞും ഒക്കെ തന്നെയും ഏതൊരു വായനക്കാരനെയും അതിന്റെ മാസ്മരിക ലോകത്തേക്ക് എത്തിക്കുന്ന കൃതി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ തൂലികത്തുമ്പ് എന്ന് പറയുന്നത് ജീവിത കഥാതന്തുക്കളിൽ നിന്ന് എടുത്ത ഏടുകൾ തന്നെയായിരുന്നു. നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ, അറിയുന്ന ആളുകൾ, ജീവിതവുമായി ഏറ്റവും അടുത്ത് ഇണചേർന്ന് അല്ലെങ്കിൽ ഇഴപഴകി നിൽക്കുന്ന കഥാപാത്രങ്ങൾ, അക്ഷരങ്ങൾ എന്നിവയൊക്കെ തന്നെ മലയാള സാഹിത്യ ലോകത്തിന് സമ്മാനിച്ച മഹാപ്രതിഭ എന്ന് തന്നെ നമുക്ക് MTയെ പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ വിട ഒരിക്കലും നികത്താൻ കഴിയില്ല എന്നത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ നാലുകെട്ടും മഞ്ഞും ഒക്കെ തന്നെയും ഏതൊരു വായനക്കാരനെയും സംബന്ധിച്ചിടത്തോളം അതിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ തന്നെ എന്നും മനസ്സിൽ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. കൂടല്ലൂരിന്റെ എഴുത്തുകാരനിൽ നിന്നും MT വാസുദേവനിലേക്കുള്ള യാത്ര, അതിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഥകളൊക്കെ തന്നെയും അദ്ദേഹം എഴുത്തുകളിലൂടെ വായനക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ തന്നെയാണ് MT വാസുദേവൻ. അക്ഷരത്തെറ്റുകൂടാതെ ഓരോ വാക്കുകളും എങ്ങനെ പറയണമെന്നും അത് എങ്ങനെ വായിക്കണമെന്നും എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണമെന്നും വളരെ വ്യക്തമായി പറഞ്ഞ മലയാളത്തിന്റെ സ്വന്തം സാഹിത്യകാരനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഔദ്യോഗികമായി ഒരു മരണം ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലിരിക്കുന്ന വേളയിൽ തന്നെ നിരവധി ആൾക്കാരാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ, ഒരു നോക്ക് കാണാൻ അവിടെ എത്തിയത്. ഇപ്പോഴും ഈ മരണവിവരം അറിഞ്ഞ് നിരവധി ആൾക്കാർ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നമുക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്?
കെ പി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും എടുത്തു നോക്കിയപ്പോൾ തന്നെ അറിയാൻ സാധാരണക്കാരായ ഒരുപാട് ആളുകളാണ് എം ടിയുടെ ഈ അസുഖ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഏറെ പേർ അതായത് രാഷ്ട്രീയ രംഗത്തെ പ്രശസ്തരായാലും സിനിമാ രംഗത്തെ പ്രമുഖരായാലും ഒരുപാട് ആളുകൾ എം ടിയെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. മുഹമ്മദ് റിയാസ്, ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എം ടിയെ സന്ദർശിക്കുവാൻ വന്നിരുന്നു. കൂടാതെ തന്നെ ഹരിഹരൻ, സംവിധായകന്മാർ ഒക്കെ തന്നെയും ആശുപത്രിയിൽ എം ടിയെ കാണാനായി എത്തിയിരുന്നു. സ്ഥിതി വഷളായ ഒരു അവസ്ഥയിൽ മാത്രമാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചത്. ഇനി എം ടിയെ അതായത് എം ടിക്ക് സന്ദർശകര് വരരുത് എന്നൊരു കാര്യം, അതായത് സന്ദർശകർക്ക് നേരിയ രീതിയിലെങ്കിലും കുറവുണ്ടാകണമെന്ന കാര്യം ഈ കുടുംബക്കാർ പറഞ്ഞിരുന്നു. അത് പറയാനുണ്ടായ പ്രധാന കാരണം ഇത്തരത്തിൽ വിസിറ്റേഴ്സ് വരുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായും ഉണ്ടാവും എന്നൊരു സാഹചര്യം മുൻനിർത്തിയാണ് അവരിത് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രശസ്തരായ ഒരുപാട് ആളുകൾ എം ടിയുടെ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രശസ്തരായ ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കെ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, മണ്ണിന്റെ മണമുള്ള എഴുത്തുകൾ എന്നതൊക്കെ തന്നെ നമുക്ക് വാചാലമായി ഇപ്പോൾ പറയാൻ കഴിയും. അത്തരത്തിൽ ജീവിത കഥാതന്തുക്കളെ തന്റെ തൂലിക തുമ്പാൽ എഴുതിയ ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു എം ടിയെ വർണ്ണിക്കുവാൻ വാക്കുകൾ അതീതമാണ് എന്ന് തന്നെ എനിക്കിപ്പോൾ പറയേണ്ടി വരും. എം ടിയുടെ എഴുത്തുകൾ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നും എടുത്തത്, പ്രത്യേകിച്ച് നാലുകെട്ട്, മഞ്ഞു പോലെയുള്ള അതിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെയും നമ്മുടെ ജീവിത സാഹചര്യവുമായി ഏറ്റവും കൂടുതൽ അടുത്തുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും എം ടിയുടെ വിയോഗ വാർത്ത സാഹിത്യ ലോകത്ത് മാത്രമല്ല, മലയാളക്കരയെ മാത്രമല്ല, ലോകത്താകമാനം കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ കെ വേണുഗോപാൽ കൂടി ചേരുകയാണ്. ഗൂഗിൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുത്തിന്റെ കുലപതി യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഇനി എം ടി ഇല്ലാത്ത കാലം, ആ കാലം വല്ലാത്തൊരു വിടവായിരിക്കും മലയാള സാഹിത്യത്തിൽ. അത് കഥയായാലും നോവലായാലും എഴുത്തിൻ്റെ മറ്റേത് മേഖലയായി കഴിഞ്ഞാലും ചലച്ചിത്ര മേഖലയായി കഴിഞ്ഞാലും ഉണ്ടാവുക. കാരണം പകരം വെക്കാനില്ലാത്ത ഒരു സാന്നിധ്യമായിരുന്നു മലയാള സാഹിത്യത്തിൽ എം ടിയുടേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യാത്ര പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വിയോഗ വാർത്ത ഒരിറ്റ് കണ്ണീരോടെ അല്ലാതെ മലയാള സാഹിത്യത്തിനെ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങളും എന്തൊക്കെയാണ് ഗൂഗിൾ? എം ടി ഇനി ഇല്ല എന്നത് നമ്മൾ ദുഃഖത്തോടു കൂടി പ്രേക്ഷകരോട് അറിയിക്കുകയാണ്. 10 മണിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. കഴിഞ്ഞ നാളുകളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതകളുമായി ആശുപത്രിയിൽ എത്തുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരികയും സാഹിത്യ ലോകത്ത് നിപുണമായി നിൽക്കുകയും ചെയ്തിരുന്ന എം ടിയെ നമ്മൾ ഒരു തവണ കൂടി പ്രതീക്ഷിച്ചിരുന്നു. ഈ ഒരു സമയത്തെയും അദ്ദേഹം അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നും കോഴിക്കോടിന്റെയും കേരളത്തിന്റെയും സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുമെന്നുമുള്ള പ്രതീക്ഷകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. 16-ാം തീയതി പുലർച്ചയോടുകൂടി ഈ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം സംഭവിച്ചത് മൂലമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളായത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയെന്നും ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടി ശ്വസിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോഴൊക്കെ കഴിഞ്ഞ നാളുകളിൽ കണ്ടതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര പ്രതീക്ഷിച്ചവരായിരുന്നു മാധ്യമപ്രവർത്തകരും സാഹിത്യ രംഗത്തെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരായ ആളുകളെല്ലാം. അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് തന്നെ നിരവധി ആളുകൾ, പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തെ കാണുകയും സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനകൾക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ വളരെ ക്ഷണനേരം കൊണ്ട് തന്നെ എം ടി ആശുപത്രിയിലായി, അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് എന്നറിഞ്ഞ ക്ഷണനേരം കൊണ്ട് തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ള സംഘങ്ങൾ, മന്ത്രിമാരുടെ സാഹിത്യ ലോകത്തെ കുലപതികളായിട്ടുള്ള ആളുകൾ, സാംസ്കാരിക രംഗത്തെ സിനിമാ രംഗത്തെ ആളുകളൊക്കെ എം ടിക്ക് എന്തുപറ്റി, എം ടിയുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ച കോളുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വരുന്നതിൽ നിന്ന് തന്നെ അദ്ദേഹം കാലത്തെ അതിജീവിച്ച വ്യക്തിയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ എഴുത്തുകൾക്ക്, അദ്ദേഹം സമൂഹത്തിനായി നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് വിളിച്ചോതുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ ആശുപത്രി വാസവും ഉണ്ടായിരുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം എം ടി എന്നൊരു വാക്ക് അദ്ദേഹത്തെ ഇനി ഭൗതികമായി നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കില്ല എന്ന വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എഴുതി വെച്ച, അദ്ദേഹം നമുക്കിടയിൽ ബാക്കി വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ രചനാ സൃഷ്ടികൾ, അദ്ദേഹത്തിന്റെ സംവിധാന മികവുകൾ, അദ്ദേഹത്തിന്റെ ബന്ധങ്ങളൊക്കെ കാലമുള്ളിടത്തോളം കാലം അതിജീവിക്കും, അല്ലെങ്കിൽ കാലമുള്ളിടത്തോളം കാലം ജീവിച്ച് മുന്നോട്ടേക്ക് പോകും, നമ്മൾക്കിടയിൽ ചർച്ചയായി തീരുമെന്നതിന് യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്തായിരുന്നു ഈ സാഹിത്യ രംഗത്തേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ രചന ആദ്യം പുറത്തു വരുന്നത്. പിന്നീട് അദ്ദേഹം
പിന്നോട്ട് നോക്കാതെയുള്ള യാത്രകളായിരുന്നു. സാഹിത്യരംഗത്ത് അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. ചെറുകഥയാവട്ടെ, സാഹിത്യമാവട്ടെ, നോവലുകളാവട്ടെ, തിരക്കഥകളാവട്ടെ, നാടകമാവട്ടെ, ബാലസാഹിത്യമാവട്ടെ, യാത്രാ വിവരണങ്ങളാവട്ടെ, അല്ലെങ്കിൽ പത്രമാതൃഭൂമിയൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ വിവരണങ്ങളാവട്ടെ, അങ്ങനെ അതുല്യമായ സംഭാവനകൾ മലയാള സാഹിത്യ രംഗത്ത് അല്ലെങ്കിൽ അക്ഷര ലോകത്തിന് നൽകി ഒരു തലമുറയെ, ഒരു സമൂഹത്തിനെ, ഒരു നാടിനെ മുന്നോട്ടേക്ക് നയിച്ച, പ്രചോദിപ്പിച്ച ഒരു വ്യക്തിയാണ് 91 വയസ്സിൽ ഇല്ലാതായിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പുരോഗതിയെ സംബന്ധിച്ച ചർച്ചകൾ മലയാള സാഹിത്യ രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം ചർച്ചയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാവിലെയും വൈകിട്ടുമായിട്ട് വരുന്ന കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ബുള്ളറ്റിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട്, ആകാംക്ഷ എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല, പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ നോക്കി നിന്നതായിരുന്നു. അതിനൊരു അവസാനമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ 10 മണി. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം അത്യാസന്ന നിലയിലായി കഴിയുമ്പോഴും എല്ലാവരും ഒരേ മനസ്സോടെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. കാരണം എഴുത്തിൻ്റെ പെരുന്തച്ഛനെ കാലത്തിന് വിട്ടുകൊടുക്കരുത്, മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉണ്ടായത്. അത് കലാസാഹിത്യ രംഗത്തായി കഴിഞ്ഞാലും, സാംസ്കാരിക രംഗത്തായാലും, രാഷ്ട്രീയ രംഗത്തായാലും, ചലച്ചിത്ര രംഗത്തായി കഴിഞ്ഞാലും MT എന്ന ആ രണ്ടക്ഷരത്തെ അറിയുന്നവരൊക്കെയും നിറകണ്ണുകളോടെയാണ് പ്രാർത്ഥിച്ചിരുന്നത്, ഹൃദയം കൊണ്ട് തന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമായി.